നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എന്റെ അനുജൻ സേതു വിവാഹം കഴിക്കും നിങ്ങളുടെ പെങ്ങളെ. ഞാൻ ആലോചിച്ചിട്ട് ഇതല്ലാതെ ഒരു പരിഹാരം എനിക്ക് ചെയ്യാനില്ല. നല്ലവണ്ണം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം. എന്നാലേ എന്റെ മനസ്സിന് സമാധാനാവും. ഏട്ടൻ പറഞ്ഞ ഏത് കാര്യമാണ് എന്റെ മോൾ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? മോളുടെ ഏത് കാര്യമാണ് ഈ ഏട്ടൻ സാധിച്ചു തരാതിരുന്നിട്ടുള്ളത്? നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഈ ഏട്ടൻ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഈ ആലോചന മുടങ്ങിപ്പോയ കല്യാണത്തിന് പകരമോ പരിഹാരമോ ആയിട്ടല്ല, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധമായതുകൊണ്ടാണ്. എന്റെ മോൾ ഇതിനെ സമ്മതിക്കണം. എന്തൊക്കെ പറഞ്ഞാലും സേതുവിനോടൊന്നും ആലോചിക്കാതെ ഇങ്ങനെ വാക്ക് കൊടുത്തോട്ട് ശരിയായില്ല. ഈ അവസ്ഥയിൽ അവനെന്റെ വാക്കിന് വില കൽപ്പിക്കാതിരിക്കുവോ രാഘവേട്ടാ? മോനെ, ഇതൊക്കെ കാരണവന്മാര് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ? കല്യാണക്കാര്യവാ. ഓരോരുത്തർക്കും അവരവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അഥവാ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ രാഘവേട്ടൻ പറഞ്ഞ് അവനെ മനസ്സിലാക്കണം. തൽക്കാലം നീ ഒന്നും പറയണ്ട. പറ്റിയ സമയം നോക്കി ഞാൻ അവതരിപ്പിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. രാഘവേട്ടൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഞാൻ ചെയ്ത തെറ്റിന് ഞാനായിട്ട് കണ്ട പരിഹാരം ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ശാപം എന്നെ വിട്ടു പോവില്ല. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. സിദ്ധാർത്ഥൻ ഇപ്പൊ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് നിങ്ങളെ അറിയിക്കാനും പറഞ്ഞു. എന്തിനാണോ ഈ മോഹവയൊക്കെ? സന്തോഷ വാർത്തയാണെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ? അവൻ ആദ്യമായിട്ടൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിരിക്കുന്നു. എന്താ വല്ലേട്ടെ പറയുന്നത്? സത്യമാണോ? ഏതാ കുട്ടി? ആ കമ്മീഷണറുടെ സഹോദരി ഹേമ. അവനായിട്ട് അവളുടെ കല്യാണം മുടക്കിക്കൊണ്ട് ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. അപ്പൊ അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട് സിദ്ധാർത്ഥന്. ആലോചിച്ച് നോക്കുമ്പോ ശരിയാ. അവൻ ചെയ്ത തെറ്റിന് അവൻ തന്നെ വേണം പരിഹാരം കണ്ടെത്താൻ. ഒന്ന് വ്യക്തമായിട്ട് പറയടൂ. ഇനി ഇത് കൂടുതൽ വ്യക്തമായിട്ട് എങ്ങനെ പറയുന്നത്? അവന് ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്നും അവൻ തന്നോട് പറഞ്ഞു. ഇനി നമ്മൾ വേണം കാര്യങ്ങൾ നീക്കാൻ, വൈകാതെ. പക്ഷേ ആ കമ്മീഷണർ സമ്മതിക്കുമോ? നമുക്ക് ചോദിച്ചു നോക്കാം. ഏതായാലും താൻ പോകണ്ട. ശ്രീദേവിയും സേതും കൂടെ പോയാൽ മതി. വരൂ. ഇത് സിദ്ധാർത്ഥന്റെ അനിയൻ സേതു. ഹലോ. ഹലോ. ഞങ്ങൾ വന്നത് അറിയാം. സിദ്ധാർത്ഥിനോട് ഒന്നെല്ലാം പറഞ്ഞിരുന്നു. വരൂ. താങ്ക് യു. ഹേമേ, വേഗം റെഡിയാവ്. നീ ഏട്ടനെ അനുസരിക്കുന്നുള്ള വിശ്വാസത്തിൽ ഏട്ടൻ ഇവർക്ക് വാക്കു കൊടുക്കാൻ പോവാ. അപ്പോ ആർക്ക് പെണ്ണി ചോദിക്കാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? എന്റെ മോൻ സിദ്ധാർത്ഥന്. നോൺസെൻസ്. കിടക്കു പുറത്ത്. ഇറങ്ങിപ്പോകാൻ. തലയ്ക്ക് വെളിവില്ലാത്ത അവന് മാത്രമാണെന്ന് കരുതി. കുടുംബത്തിൽ എല്ലാവർക്കും വട്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യാനോ? ആരാ ഇൻസൾട്ട് ചെയ്തത്? ഞാനാണോ? എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയത് ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. അനിയന് വേണ്ടി അവൻ വന്ന് പെണ്ണ് ചോദിച്ചപ്പോൾ ഞാനത് വിശ്വസിച്ചു. എന്നിട്ടിപ്പോ എനിക്ക് വേണ്ടി പെണ്ണ് ചോദിക്കേ? മതി മതി. തലയ്ക്ക് സുഖമില്ലാത്തവന് പെണ്ണ് കിട്ടാൻ അനിയനെ കാണിച്ചു വഞ്ചിക്കല്ല വേണ്ടത്. കുറച്ചുകൂടെ മാനായിട്ട് സംസാരിക്കും. ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോടാ. ഇനി ആ ഭ്രാന്തനെ ഈ വീട്ടുമുറ്റത്ത് കണ്ടാൽ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊല്ലും ഞാൻ അവനെ. പറഞ്ഞേക്കവനോട്.